എനിക്ക് ഒന്ന് 2009 തോന്നുന്നു ഞാൻ ഫ്രിഞ്ച് കണ്ടത്. ഫ്രിഞ്ചിനകത്ത് പറയുന്ന സാധനമാണ് ഞാൻ ആ കൊച്ചിന്റെ അടുത്ത് ഇന്റർവ്യൂ പറഞ്ഞു. അതിന് താഴെ വലിയ ഡിസ്കഷൻ ഇതിന്റെ തിയറിയെ കുറിച്ച്. ഇൻട്രസ്റ്റെല്ലാർ ഒക്കെ ഞാൻ പിന്നെ കണ്ടത്. എനിക്ക് ഇപ്പോഴും അൽജിബ്രയും മറ്റേ സൈൻ തീറ്റ കോസ് സയൻസ് പോലും പിന്നെ കണ്ടു കഴിഞ്ഞാൽ അതൊരു തിയറി ആണ്. അത്രയും നമുക്കത് മാറ്റർ അല്ല. ഫോർത്ത് ഡയമെൻഷനിൽ പോയിട്ട് ഒരു 3000 കൊല്ലം മുമ്പ് ഇവിടെ ഇരിക്കുന്ന സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ എനിക്ക് മാറ്റർ ഉള്ളൂ. ഇതിന്റെ ഒരു സാധനത്തിന്റെ താഴെ നോക്കി നോക്കി ഭയങ്കര ഇത് ഇവൻ അടിച്ച സാധനം ഏത്, പിന്നെ ബ്രാൻഡ് പറയണ എന്നൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചതാണോ, കൂട്ടിയിട്ട് കത്തിച്ചാണോ പോവച്ചാണോ, അത് എയർഹോസ്റ്റസിന്റെ ഒക്കെ അല്ലേ കുറച്ച് ഭയങ്കരമായിട്ടിട്ട്. പക്ഷെ അതിന് മറുപടി പറയുന്നു എന്നുള്ളതാണ്. അതാ ഞാൻ പറയാം. എന്റെ ചോദ്യം എത്ര തല സ്റ്റുപ്പിഡായിരിക്കും. അതെ, പക്ഷെ അതിന് മറുപടി പറയുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിനകത്ത് നിന്ന് വിവരങ്ങൾ ചോദിച്ച് എല്ലാ പ്രാവശ്യവും വളരെ ക്ലാരിറ്റിയോടെ കറക്റ്റ് തന്നെയാണ് വരുന്നത്. അത് ഒരു പിന്നെ റോങ് ആയിട്ടുള്ള കാര്യം. ഞാൻ റോബിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. റോബ് ഭയങ്കര അലർജിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കാർത്തിയുടെ ബ്ലോഗിൽ കിടന്ന് അലമ്പിയിട്ടുണ്ട്. അപ്പോ പിന്നെ കാരണം എനിക്ക് റോബിന്റെ ആ പാർട്ട് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ വ്യക്തിപരമായി ഇപ്പൊ റോബിനെ കുറ്റം പറയുന്നതല്ല. ഞാനത് എന്തുകൊണ്ട് അന്ന് അത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. വീഡിയോ കോള് ഇങ്ങനെ വരും തെറി വിളിക്കാൻ വേണ്ടിയിട്ട്, ഗ്രൂപ്പായിട്ടാണ് വിളിക്കുന്നത്. പക്ഷെ ഞാനിത് എടുക്കും, എനിക്കിത് എടുക്കാതിരിക്കാം. പക്ഷെ ഞാനിത് എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും മനുഷ്യരെ കാണാൻ ഒരു രസം. ബേബി ഹൗസിലോട്ട് വരണം എന്ന് സാവിച്ചേട്ടന് തോന്നുന്ന ഒരു മേഖല, അവരെ കുറെ കൂടി അറിയണം ആളുകളിലേക്ക്. ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരണം. പരീക്ഷിക്കാൻ പറ്റിയതാണ്. ബിഗ് ബോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. മതപണ്ഡിതന്മാര് പുരോഹിതര് വരണം, പുരോഹിതരെ കൊണ്ടുവരണം. കാരണം പുരോഹിതരെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സമൂഹത്തിൽ ജനങ്ങളുമായിട്ട് ഭയങ്കര ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന മനുഷ്യരല്ലേ. പുരോഹിതരെ കൊണ്ടുവരണം, രാഷ്ട്രീയക്കാരെ കൊണ്ടുവരണം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇപ്പൊ നേരത്തെ പറയുന്നത് നമുക്ക് കുറെ സർപ്രൈസ് എലമെന്റ്സ് ഉള്ള ഷോയാണ്, അത് രഹസ്യ സ്വഭാവമുള്ള ഷോയാണെന്ന് പറയുമ്പോഴും ഈ കുറെ കാര്യങ്ങൾ മുൻകൂട്ടിയിട്ട് അറിയാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയുണ്ട്. ഇത് എന്താണ് നടക്കാൻ പോണെന്ന് മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ രസം മൊത്തം പോയൊരവസ്ഥയാണ്. മറ്റേ ദൃശ്യത്തിൽ നമ്മൾ പോണ പോലെ സ്റ്റേഷന്റെ അടിയിൽ ഒഴിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ ആദ്യം മുതൽ കാണണ്ടെന്ന് പറഞ്ഞ പോലെ. ദൃശ്യത്തിനകത്ത് ആ ബോഡി റിക്കവർ ചെയ്യാൻ വേണ്ടി പോണ വഴി ഒരുത്തരുന്നുള്ളു. അവിടെ ചില പച്ചക്കുട്ടിയെ കിട്ടുവേ. അതെ, സ്റ്റേഷന്റെ അടിയിലാ മറ്റേത് എന്നുള്ള സാധനം പറഞ്ഞാൽ തീർന്നു. അവിടെ ചില പച്ചക്കുട്ടി ഇടുമ്പോഴത്തേക്ക് ഇവനെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഒരു സിവിക് സെൻസ് വെച്ച് ഇവനെ മറ്റേ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിടാൻ പറ്റത്തില്ല. പക്ഷെ ഇവന്റെ ഒരു കേസും കൊടുക്കാൻ പറ്റത്തില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയും. എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ എന്റെ 150 രൂപ പോയെന്നുള്ളതേ ഉള്ളൂ. ഇത് ആ സെയിം സാധനം ആപ്ലിക്കബിൾ ഓൺ. പക്ഷെ ഈ ബിബിയിൽ അങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ ഒരു ആസ്വാദനത്തിന് തന്നെ ബാധിക്കില്ല അല്ലേ? അതുകൊണ്ട് ഞാൻ ഈ സാധനം കാണാൻ നിൽക്കത്തില്ല. ഞാൻ ഇടയ്ക്ക് ലൈവ് ഇരുന്ന് കാണും, എപ്പിസോഡ് കാണും. ഉണ്ട്. ഇത് ശരിക്കും ഇതിന്റെ അധികൃതർ അല്ലെങ്കിൽ ഇതിന്റെ ക്രൂ മെമ്പേഴ്സിന്റെ അറിവോടാണെന്നാണ് തോന്നുന്നത്, അതോ അല്ലാതെ ഇതെങ്ങനെയാണ് ശരിക്കും? രണ്ട് മാർഗമുള്ളതാണ്. ഒന്ന് ക്രൂ, അല്ലെങ്കിൽ ഓഡിയൻസ്. അല്ലാതെ ഇത് ഓഡിയൻസ് ശരിക്കും ഈ പലയിടത്തും നമുക്കിപ്പോ പുറത്തുനിന്ന് വന്ന 1-2 ഗസ്റ്റ് കണ്ടു, പക്ഷെ അതല്ലാതുള്ള ഒരു അവിടുത്തെ തന്നെ ആളുകൾ. ഞാൻ അവരോട് സംസാരിച്ചു. അവരോട് ഒരുപാട് വർഷമായിട്ട്, കാരണം അവരെല്ലാ ഭാഷയിലും ചെയ്യുന്നവരല്ലേ. അപ്പം പർട്ടിക്കുലർലി ചെന്നൈ ബേസ്ഡ് ആണ്. വളരെ ലോയൽ ആയിട്ടുള്ള ഈ ഷോ ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യരാണ് വരുന്നത്. അവരൊരിക്കലും ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ ക്രൂ മെമ്പേഴ്സിനായിട്ട് ഒരു ഇപ്പൊ പോലീസിൽ നിന്ന് തന്നെ പോലീസിന് വിവരം ചേർത്ത് കിടക്കാൻ ആളുണ്ടെന്ന് പറഞ്ഞ പോലെ ക്രൂ മെമ്പേഴ്സിൽ ശരിക്കും ഒരു അന്തർധാര സജീവമായിട്ടുണ്ടാവും, ചാനലുകളായിട്ടുണ്ടാവും. കുറെ പേര് ഞാൻ ഇടയ്ക്കൊരു ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. അവർക്ക് ഇവര് ഈ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാണോ വാങ്ങിക്കാതെ ചെയ്യുന്നതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ പൈസ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ ആരോപണങ്ങളും സാധനമൊക്കെ വന്ന് സംസാരിച്ചിരുന്നു. അവര് കുറെ പേരൊക്കെ ഈ റിവ്യൂ ചെയ്യുന്ന ആള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പല വേദികളിലും കൊണ്ടുപോയും ഈ ക്രൂ ആയിട്ടൊക്കെ ബന്ധം വരെയും. ഏതാണ്ട് 100-300 മനുഷ്യര് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കണ്ടസ്റ്റന്റ് 20 പേരാണെങ്കിൽ അപ്പുറത്ത് ഏതാണ്ട് 200-300 പേര് ഇതിന്റെ പാർട്ടാണ്. ഇതിനിടയിൽ നിന്ന് കുറച്ചു പേരെ സ്വാധീനിച്ച് അത് പണം കൊടുത്തിട്ടാണോ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയില്ല. പല രീതിയുണ്ട്. പണം കൊടുത്തെടുക്കാം, പ്രോഫിറ്റ് ഷെയറിങ് പറയാം, അങ്ങനെ പല പരിപാടികളും ചെയ്യാൻ പറ്റും. കാരണം വ്യൂവർഷിപ്പ് ആണല്ലോ പണം.
അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാധനം ശരിക്കും ഇത്രയും വലിയൊരു കമ്പനിയുടെ ഭാഗമാകുമ്പോഴും ഇത്രയും കോടികൾ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാവുമ്പോ തന്നെ ഇത് ബാൻ ചെയ്യാൻ അവർക്ക് പറ്റില്ല. നമുക്ക് എങ്ങനെ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ 300 ക്രൂവിനെയും ഈ 10-20 അല്ല, വ്യക്തികളല്ല ഇങ്ങനെ ചെയ്യുന്ന ഇപ്പൊ റിവ്യൂ ആണ് വളരെ ശക്തമായ നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അത് അവര് ഇപ്രാവശ്യം അത് വിട്ടുകളയേയില്ല. കാര്യം അത് തുടർ നിയമയുദ്ധം നടക്കും. പക്ഷെ ഇതിനപ്പുറത്ത് ഒരു വശം കൂടി ഉണ്ട്. ഇപ്പോൾ ഷോ തുടങ്ങിയ സമയത്ത് ഇപ്പോൾ എവിക്ഷൻ പ്രക്രിയ നടക്കുന്ന എന്താണ്, അല്ലെങ്കിൽ ആരെ എവിക്റ്റ് എന്നുള്ള സാധനം പറയുന്നു. ഇത് ചിലപ്പോൾ ഷോയുടെ ആസ്വാദനത്തിൽ ബാധിച്ചേക്കാം. പക്ഷെ ഷോ തുടങ്ങുന്നേക്കാൾ മുമ്പ് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്രാവശ്യം തന്നെ ഏറ്റവും വൈകി തുടങ്ങിയ സീസണാണ്. അപ്പൊ കുറെ നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇതിനിടയ്ക്ക് ചാനലിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന പ്രൊമോ ആ തുടങ്ങുന്നേക്കാളും കുറച്ച് നാൾ മുമ്പ് മാത്രം വരികയാണ്. അപ്പൊ അതുവരെ ഈ ഷോയുടെ ഹൈപ്പ് നിലനിർത്തുന്ന ആക്ച്വലി ഇവര് പറഞ്ഞിട്ടാണ്. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇടും, ഇല്ലെങ്കിൽ ഓരോ കട്ട് വീഡിയോ ഇടും ഉണ്ട്. അപ്പൊ ശരിക്കും ഒരു ഹൈപ്പ് നിലനിർത്തുന്ന ഇവര് ഭയങ്കര കാരണമാവും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു പാലമാവുന്നുണ്ട് ശരിക്കും അല്ലേ? അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പൊ എന്നോട് ഇത് വേറൊരു അവതാരക ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഈ ഊഹാപോഹങ്ങൾ പറഞ്ഞിട്ടോ അതിന്റെ പേരിലുള്ള ഡിസ്കഷൻ പിന്നെ അതൊക്കെ ഭയങ്കര രസമാണ്. കാരണം നമുക്ക് ഈ ഗോസിപ്പിംഗ് എന്ന് പറയുന്നത് ആ ഗോസിപ്പിംഗ് ഒരു രസമാണ്. അത് ഈ ഷോയുടെ സപ്പോർട്ടിനെ ഭയങ്കരമായിട്ട്. പക്ഷെ ഇതിനകത്ത് നിന്ന് വിവരങ്ങൾ ചോർത്തി എല്ലാ പ്രാവശ്യവും വളരെ ക്ലാരിറ്റിയോടെ അത് ഒരു പിന്നെ റോങ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം, നമുക്കൊരു ഏകദേശ ധാരണ കിട്ടൂല്ലേ. സ്ഥിരം കണ്ടോണ്ടിരിക്കുന്ന മനുഷ്യർക്ക് അത് മനസ്സിലാവും. ഇപ്രാവശ്യം ഇന്നാള് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡ് സാധനമൊക്കെ നോക്കിയാൽ. പക്ഷെ അതിലുപരി അതിനകത്ത് ഇത് കൂടാതെ അല്ലാതെ നടക്കുന്ന സംഭവങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. അതിനകത്ത് ഇന്ന് രഹസ്യം ചോരുന്നുണ്ട് എന്നുള്ളതാണല്ലോ അതിന്റെ അർത്ഥം. അത് ഫെയർ അല്ല. കാര്യം താങ്കൾ പറഞ്ഞ നമ്മളും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. ദാറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ തിങ്. ഗീവ് ആൻഡ് ടേക്ക്. ഒരു ബ്രിഡ്ജാണ്. അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അതിന്റെ പരിധി എവിടെ വരെ എന്നുള്ളത്. ഇതുണ്ടെങ്കിലേ ഇതുള്ളൂ, അതുണ്ടെങ്കിലേ ഇതുള്ളൂ. ഇത് അതിനെ നശിപ്പിക്കുക, അത് ഇതിനെ നശിപ്പിക്കുക ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കോ എക്സിസ്റ്റിങ്ങിനെ ബാധിക്കുന്ന ഒരു ഇതാണ്. കാക്കും പശുവാണ് കടിമാറിനും വിശുമ്പും മാറുന്നു പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യണം. അതാണ് എന്റെ ഒരു ബ്യൂട്ടി, അതാണ് എന്റെ ഒരു രസം. 3 രീതിയിലേക്ക് സാവുചേട്ടനെ ഇതായിട്ട് തിരിക്കും. ഒന്ന് ബി മെറ്റീരിയലായിട്ട് പറഞ്ഞു, അതിന് മുമ്പ് പ്രാങ്ക് ചെയ്തു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ റിപ്പീറ്റ് വാല്യൂല് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിടുക്കിയിലെ ആണ്. മിടുക്കിയിലെ ക്രൂരനായിട്ടുള്ള പാനലിൽ ഇരിക്കുന്ന ഒരാളായിട്ട് തോന്നുന്നത്. അപ്പൊ ബാക്കി രണ്ടുപേരും കുറച്ച് അതെ. പക്ഷെ ആ ഒരു ആക്ടിന് അപ്പുറത്തിരിക്കുന്ന 2 പേര് സ്റ്റുഡൻസിനോട് കുറച്ച് സോഫ്റ്റ് കോൺട്രോളുള്ള ടീച്ചേഴ്സ് ആവുമ്പോ ഇവിടെ കണക്ക് മാഷാണ്. അപ്പൊ ഇത് നിർദ്ദേശം മാത്രമാണ്. അത് സ്ഥാപിച്ചേണ്ട കയ്യിൽ നിന്ന് കുറച്ചിട്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. അതില് എന്റെ കൂട്ടുകാരുണ്ട് പ്രമോദ് ഗോപകുമാർ. പ്രമോദ് എന്റെ അടുത്ത് പറഞ്ഞത്, നമ്മള് ഫ്രണ്ട് സർക്കിളിൽ ഇരുന്ന പറഞ്ഞത്, അളിയ ഇവൻ ഇഷ്ടമുള്ള സാധനം ഇവൻ അങ്ങോട്ട് പൈസ കൊടുത്ത് ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഞാൻ ഈ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലും അല്ലാതെയും മറ്റേ ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഈ ചാൻസ് അതിന് എനിക്കിത് ചെയ്ത് കഴിഞ്ഞാൽ പൈസയും കൂടെ തരുമെന്ന് പറയുമ്പോ എന്റെ പെർഫോമൻസ് ലെവൽ എന്തായാലും. അതെ, ഇത് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്ത് ചെയ്യാൻ തയ്യാറായ സാധനം അത് ഇങ്ങോട്ട് തരുന്നത് പറയുമ്പോ. അപ്പോ എനിക്കത് കുറെ പേര് അതില് ഇപ്പൊ ആക്ടേഴ്സ് ആയവര് ഇഷ്ടംപോലെ ആളുകളുണ്ട് എന്നുള്ള സംഭവമുണ്ട്. പക്ഷെ അതിന്റെ തുടക്ക സമയത്തുണ്ട്. അപ്പൊ ഇത് എവിടെയെങ്കിലും അത്തരത്തിൽ നിന്ന് നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് വാദിക്കാൻ നിൽക്കുക, അതിൽ ചിലപ്പോൾ ഒരു കാമ്പും കഴമ്പും ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റും. ഇത് ബിഗ് ബോസിലോട്ട് പോയപ്പോൾ ഗുണം ചെയ്തിട്ടുണ്ട് ശരിക്കും. ഞാൻ മുമ്പേ സംസാരിക്കുന്ന ആളാണ്. അങ്ങനെ തന്നെ ഞാൻ വെറുതെ സംസാരിക്കും, എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ ഈ അടുത്ത സമയത്ത് ഡയമെൻഷൻസ്, ഞാൻ അതിലൂടെ ചോദിക്കാൻ വന്നു. എല്ലാ ടോപ്പിക്കിനെ കുറിച്ചിട്ടും ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആണെങ്കിൽ ഇന്റർവ്യൂവിൽ ഞാനൊരു കട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, ഡയമെൻഷൻസിനെ കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. സയൻസിൽ ഭയങ്കരമായിട്ടുള്ള അഗ്രഗണ്യനായതുകൊണ്ടാണോ അത് കുറെ കൂടി അതിനെ കുറിച്ചിട്ട് അറിയാൻ ശ്രമിക്കാറുണ്ട്? എന്താ ശരിക്കും ശരിയല്ല? അതായത് ഞാൻ സയൻസ് പഠിച്ച ആളാണ്. ഞാൻ പിന്നെ സ്കൂളിൽ ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും പരുവത്തിന് ജയിക്കും. കണക്ക് പിന്നെ കണക്കാണ്, നമ്മളെ പറ്റത്തില്ലല്ലോ. എനിക്ക് ഇപ്പഴീ സൈൻ തീറ്റ കോസ് തീറ്റ മനസ്സിലായിട്ടില്ല. അപ്പൊ പിന്നെ ഈ ഫിസിക്സിന്റെ തിയറീസും മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും ഒക്കെ അറിയാത്ത ഒരാൾ എങ്ങനെയാണ് പിന്നെ ഡയമെൻഷൻസിനെ കുറിച്ച് സംസാരിച്ചത് എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു വലിയ സംശയം.
നമ്മൾ ആക്ച്വലി പിന്നെ ഒരു ബൃഹത്തായ വായനയിലൂടെയാണ്, പഠനത്തിലൂടെയാണ് ഈ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ഫിസിക്സും ഈ റിലേറ്റിവിറ്റി തിയറിയും യൂണിവേഴ്സിന്റെ ഈ ബ്ലാക്ക് ഹോൾസ്, വേം ഹോൾസ് സാധനങ്ങളും ഒക്കെ പഠിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 2008 റിലീസ് ചെയ്ത ഫ്രിഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് ഉണ്ട്. ആ വെബ് സീരീസ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഈ സാധനം എല്ലാം പഠിക്കാൻ പറ്റും. ഞാൻ ഇതിനെ കുറിച്ചൊരു പ്രബന്ധം അവതരിപ്പിക്കാൻ വരുന്ന പോലെ വന്നിട്ട് അവസാനം പഠിക്കുന്ന മനുഷ്യര് വേറെ ഉണ്ട്. ഞാൻ ഫ്രിഞ്ച് എനിക്ക് ഒന്ന് 2009 തോന്നുന്നു ഞാൻ ഫ്രിഞ്ച് കണ്ടത്. ഫ്രിഞ്ചിനകത്ത് പറയുന്ന സാധനമാണ് ഞാൻ ആ കൊച്ചിന്റെ അടുത്ത് ഇന്റർവ്യൂ പറഞ്ഞു. അതിന് താഴെ വലിയ ഡിസ്കഷൻ ഇതിന് തിയറിയെ കുറിച്ച്. ഇന്റർസ്റ്റെല്ലാർ കണ്ട, ഇന്റർസ്റ്റെല്ലാർ ഒക്കെ ഞാൻ പിന്നെ കണ്ടത്. ഇന്റർസ്റ്റെല്ലാർ അടുത്ത സമയത്ത് വന്ന സാധനമാണ്. ഞാൻ ഇന്റർസ്റ്റെല്ലാർ കാണുന്നതിന് മുമ്പ് ഞാൻ അതിന്റെ സാധനം പോയി വായിച്ചിട്ടാണ് പോയി കണ്ടത്. എനിക്ക് മനസ്സിലാകണമല്ലോ. നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് കാര്യം. ഇരുന്ന് പറയുന്ന കേട്ട തോന്നും ഞാൻ എന്തോ മറ്റേ ഭയങ്കര ഫിസിസിസ്റ്റ് ആണ്. എനിക്ക് ഇപ്പോഴും അൽജിബ്രയും മറ്റേ സൈൻ തീറ്റ കോസ് തീറ്റയുടെ സയൻസ് പോലും പിന്നെ കണ്ടു കഴിഞ്ഞാൽ അതൊരു തിയറി ആണ്. അത്രയും നമുക്കത് മാറ്റർ അല്ല. 4th ഡയമെൻഷനിൽ പോയിട്ട് ഒരു 3000 കൊല്ലം മുമ്പ് ഇവിടെ ഇരിക്കുന്ന സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ എനിക്ക് മാറ്റർ ഉള്ളൂ. ഇതിൽ കുറേ കൂടിയും ഈ വിഷയം പക്ഷെ ഈ പുറമെന്ന് വരുന്ന സമയത്താണെങ്കിലും തിയറിയെ കുറിച്ച് അവിടെ ഡിസ്കഷൻ ആയി കമന്റ് ബോക്സ്. അത് സ്വാഭാവികമല്ലേ. കാര്യം ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും അഭിപ്രായം പറയാന്നുള്ളതാണ്. ഇവന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു സാധനത്തിന്റെ താഴെ നോക്കി ഭയങ്കര ഇവൻ അടിച്ച സാധനം ഏത്, പിന്നെ ബ്രാൻഡ് പറയണ എന്നൊക്കെ, കൂട്ടിയിട്ട് കത്തിച്ചതാണോ, കൂട്ടിയിട്ട് കത്തിച്ചാണോ പുകച്ചാണോ എന്നൊക്കെ. ഞാനപ്പോ തന്നെ അവിടെ ചെന്ന് ഈ 4th, 5th, 6th ഡയമെൻഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. കാരണം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വലിയ അറിവിന്റെ ഒന്നും ആവശ്യമില്ല. ഗൂഗിൾ ചെയ്തിട്ട് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് അതിനകത്ത് കൊണ്ടിട്ട് കൊടുത്തപ്പോ പിന്നെ കണ്ട ഇതൊന്നും അണ്ണന്റെ വലിയ നോളജ് ഒന്നുമല്ല. എല്ലാം നമ്മുടെ വിരൽ തുമ്പിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ചെന്ന് ടൈപ്പ് ചെയ്യരുത്, പൊട്ടത്തരം കോപ്പി പേസ്റ്റ് ചെയ്ത്. അത് മാത്രമല്ല, അത് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ആക്ച്വലി പോയിട്ട് ജെന്യുവൻ ആയിട്ടുള്ള സാധനം കണ്ടുപിടിച്ച് നമുക്ക് കൊണ്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. എടുത്തുകൊണ്ട് ഇട്ട് കൊടുത്തു. ഓക്കെ, അണ്ണൻ എന്ത് മഹാൻ. അണ്ണന്റെ ഡയമെൻഷൻ 11ാമത്തെ ഡയമെൻഷനിലാണ് നിൽക്കുന്നത് എന്നൊരു കാര്യം. ഫ്രിഞ്ച് സീരീസ് കണ്ടാ മതി. മറ്റേ പറഞ്ഞ അണ്ണനൊരു പണ്ഡിതൻ തന്നെ. അത്തരത്തില് മെഡിക്കൽ കേസ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ചോദിക്കാം, പറഞ്ഞിട്ട് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ കണ്ടസ്റ്റന്റ് സംഭവം എന്തായിരിക്കും? അത്രയും തോന്നിയിട്ടില്ല, ഭയങ്കര പീക്കിൽ പോയി. ഇല്ല. അത് തോന്നാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കും അതൊരു ഹർട്ട് ഒന്നുമില്ല. അപ്പോഴുണ്ടാകുന്ന ഒരു ഷോക്കാണ്. അത് എന്തുകൊണ്ടായിരുന്നു പറഞ്ഞാൽ ആ ഷോയില് അവര് പോർട്രേ ചെയ്ത് കൊണ്ടുവന്ന ആ മിടുക്കി എന്നുള്ളൊരു സാധനം ഇവര് മറ്റേ ഫാഷൻ സാധനങ്ങൾ ഇതാണ് ലോകം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ബിലീവ് ചെയ്ത് വരെയായിരുന്നു. സോ അവരുടെ ഷോ ഡയറക്ടേഴ്സിന് അതിനെ ബ്രേക്ക് ചെയ്യണം. അത് എയർ ഹോസ്റ്റസിന്റെ ഒക്കെ കുറച്ച് ഭയങ്കരമായിട്ടിട്ട്, പക്ഷെ അതിന് മറുപടി പറയുന്നു എന്നുള്ളതാണ്. അത് അതാ ഞാൻ പറയാം. എന്റെ ചോദ്യം എത്ര തരം സ്റ്റുപ്പിഡായിരിക്കും. അതെ, പക്ഷെ അതിന് മറുപടി പറയുന്നുണ്ടോ എന്നുള്ളതാണ്. അത് ഭയങ്കരമായിട്ട് കേറി. ശരിക്കും അതിൽ ഓപ്ഷൻ ഇല്ലേ, അറിയില്ല എന്ന് പറയാനുള്ള ഓപ്ഷൻ ഇല്ലേ? അല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ശരിക്കും. പക്ഷെ ഞാൻ വിചാരിച്ചു ഉത്തരങ്ങൾ അതിൽ പറഞ്ഞ കുട്ടികളുണ്ട്. അത് അവരാണ് വിന്നായത്. അതിൽ പറഞ്ഞ കുട്ടികൾ വിന്നായെന്ന് മീൻസ് ആ പറഞ്ഞ കുട്ടികൾക്ക് മാർക്ക് കിട്ടി എന്നുള്ള സംഭവം. അല്ലാത്തവർക്ക് മാർക്ക് കിട്ടിയില്ല. സബ്ചേട്ടനകത്ത് പോയിപ്പോ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബേബിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന അവസരം വലുതാണ്, വലിയ പ്ലാറ്റ്ഫോമാണ്, കുറെ പേരിലേക്ക് ഒരുമിച്ച് എത്തും, നമ്മളെ ഷോക്കേസ് ചെയ്യാൻ പറ്റും. സിനിമകളായിരിക്കും ചിലപ്പോൾ കൂടുതൽ സ്വപ്നം കണ്ടുവരിക. അതല്ലാതെ ചിലപ്പോൾ അവരുടെ ആശയങ്ങൾ ഷെയർ ചെയ്യാൻ വരുന്നുണ്ട്, വളരെ അപൂർവമാണെങ്കിൽ പോലും. സബ്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇതിന്ന് കണ്ടിട്ടാണ് ഇപ്പൊ LJP വിളിച്ചത് അല്ലെങ്കിൽ മൂവിക്ക് പോയെന്നുള്ള സംഭവം അല്ല. അവന്റെ പടത്തിൽ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ജല്ലിക്കെട്ട് സംഭവിക്കുന്നത് ശരിക്കും ബേബി അനൗൺസ് ചെയ്യുന്ന സംഭവം. അപ്പൊ അവസരങ്ങൾ ശരിക്കും സിനിമയിൽ വരുന്നതിന് മുമ്പേ സുഹൃത്തുക്കളായിട്ടുള്ള, പക്ഷെ അവന് തോന്നിയാലേ എന്നെ വിളിക്കൂ. ഓക്കെ, ബിഗ് ബോസ് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ മെലിഞ്ഞ്, ഞാൻ ഭയങ്കര വണ്ണമുള്ള ആളായിരുന്നു, ഇങ്ങനെ മെലിഞ്ഞു വന്നപ്പോ ഇവൻ ഇപ്പൊ ആ ക്യാരക്ടറിന് പാകമായാണ് എന്ന് തോന്നിയിട്ട് വന്ന്. ഒരുപാട് സംവിധായകർ ഇതിന്റെ ഭയങ്കര വ്യൂവേഴ്സ് ഉണ്ട്. അപ്പം ഈ പോകുന്ന മനുഷ്യര് അവർക്ക് കിട്ടുന്ന അവസരം നല്ലപോലെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് എന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം.
കാര്യം ഇനി വരാൻ പോണ സീസണുകളിലും കണ്ടസ്റ്റൻസിനോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസിന് നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ കാരണം എവ്രി ഗെയിം നമുക്കതിനകത്ത് നമ്മളുടെ ഓരോ കഴിവുകളെയും പിന്നെ പ്രദർശിപ്പിക്കാനുള്ള സ്പേസ് ആണ്. ആ സ്പേസിനെ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളെ കുറെ പേര് മനുഷ്യര് ഇഷ്ടപ്പെടും. അതിനകത്ത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും പിന്നെ കുറെ മനുഷ്യരെ ആളുകൾക്ക് കണക്ട് ആയിട്ട് ഈ ക്യാരക്ടറിന് ഇവരുടെ ഒരു പാറ്റേൺ പറ്റുമല്ലോ. അപ്പം അഭിനയിക്കാൻ വേണ്ടി മാത്രം അതിനകത്ത് പറയണമെന്നില്ല. ആണോ ഒരുപാട് മേഖലകളിലേക്ക് നമുക്കിതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് മൂവി ഇൻഡസ്ട്രി ആണ്. പക്ഷെ ഇത് ഇങ്ങനെ വരുന്ന സമയത്താണെങ്കിൽ പോലും ഇതിന്റെ ഒരു കാലാവധി 1 വർഷമാണ്. അടുത്തൊരു സീസൺ തുടങ്ങുന്ന വരെയാണെന്ന് പലരും പറയാറുള്ളത്. ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന വളരെ കുറച്ച് പേര് മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ശരിയല്ലേ? അപ്പൊ ഈ നിലനിൽപ്പിന്റെ പ്രത്യയശാസ്ത്രം പിന്നെ നമ്മള് മനുഷ്യരെ എങ്ങനെ, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. സീസൺ 1 ആളിപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള സംഭവം പറഞ്ഞു. അപ്പൊ ഞാൻ ഏതാണ്ട് 25 വർഷമായിരുന്നു ഞാൻ ഇതിനകത്ത് വന്നിട്ടുള്ള. ഞാൻ ബിഗ് ബോസിൽ കൂടെ വന്ന ആളല്ല. ഞാൻ 2000-ലാണ് ഞാൻ എന്റെ ആദ്യത്തെ ടെലിവിഷൻ ഷോ ചെയ്യുന്നത്. മനസ്സിലായി? ഇപ്പൊ ഇരുന്ന് എന്നെ തെറി വിളിക്കുന്നവർ ജനിച്ചിട്ട് പോലും ഇല്ല. ഞരമ്പിലോടുന്ന സമയമാണ്. കഴിഞ്ഞ സീസൺ മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ആരാണ് ബി ബി മെറ്റീരിയൽ, എങ്ങനെയാണ് ഒരു ബി ബി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ പറയുന്ന 2-3 പേരുകളുണ്ട്. അതിൽ ആദ്യം പറയുന്ന ഒരു പേര് സാബുമോൻ എന്നുള്ള സംഭവം തന്നെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റും തോന്നുന്നു. സീസൺ 7 ആയിട്ടും സീസൺ 1 നിൽക്കുന്നു എന്നുള്ളത്. അല്ല, ഇത്തരത്തിലുള്ള വളരെ അപൂർവമായിട്ടുള്ള ആളുകളാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതെ അതെ. പക്ഷെ യാഥാർത്ഥ്യമല്ലേ? കാരണം നമുക്ക് നവമാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഞാൻ അത് തന്നെ ചോദിച്ചു തുടങ്ങട്ടെ. ശരിക്കും സീസൺ 7 എത്തി. സീസൺ 7 പോയ ഒരാളാണ് കഴിഞ്ഞ സീസണിലെ, അതായത് സീസൺ 5 മാരാറും ഈ സീസണിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളത്. ഏറ്റവും 2-3 പേര്, സാബുമോൻ, അഖിൽ മാരാർ, അതുപോലെ തന്നെ റോബിൻ വിന്നർ ആയിരുന്നില്ല, പക്ഷെ റോബിൻ, ഈ 3 പേരുകളാണ് പൊതുവെ ബി ബി മെറ്റിലാണെങ്കിലും എങ്ങനെയാണ് ഒരു ബിഗ് ബോസ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതും കോണ്ടന്റ് കൊടുക്കുന്നതിന് സംസാരിക്കുമ്പോൾ പറയുന്ന പേരുകൾ. ഇത് എന്തുകൊണ്ടാണ് സൗജന്യം തോന്നുന്നത്? അത്തരത്തിലുള്ളൊരു കമ്പാരിസണിലേക്ക് പോകേണ്ട കാര്യമില്ല. കാര്യം നമ്മള് ജീവിതത്തിലാണെങ്കിലും ബിഗ് ബോസ് ഹൗസിനകത്താണെന്നുണ്ടെങ്കിലും നമ്മൾ കാണുന്ന ഓരോ മനുഷ്യരും വ്യത്യസ്തരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ഇപ്പം എന്നെ പോലെ ചിന്തിക്കുന്ന ആളോ എന്നെ പോലെ പെരുമാറുന്ന ആളോ ആയിരിക്കത്തില്ല താങ്കൾ. നമ്മൾ എന്തുകൊണ്ട് ബി ബി ഹൗസിലോ അല്ലെങ്കിൽ നമ്മൾ റിയൽ ലൈഫിലോ ചില മനുഷ്യരെ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. നമ്മുടെ ശരിയാണല്ലോ, ഞാൻ ചിന്തിക്കുന്നത് പോലെയാണല്ലോ പുള്ളിയും ചിന്തിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. എവിടെയൊക്കെ അയാളിൽ നമ്മളുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് നോർമൽ ലൈഫിനകത്തുള്ളൊരു പ്രോസസ്സാണത്. അങ്ങനെയാണ് മനുഷ്യർ തമ്മിൽ കണക്ട് ആകുന്നത്, അങ്ങനെയാണ് ആശയങ്ങൾ ഉണ്ടാകുന്നത്, അങ്ങനെയാണ് പ്രോഡക്ട്സ് ഉണ്ടാകുന്നത്, അങ്ങനെയാണ് ഇമാജിനേഷൻ വർക്ക്ഔട്ട് ആകുന്നത്. അതൊരു എന്താ പറയാ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടാണ്. ഈ സെയിം ആപ്ലിക്കബിൾ ഓൺ ബിഗ് ബോസ് കോൺസെപ്റ്റ്. അതിനകത്തും അങ്ങനെ തന്നെയാണ്. നമുക്ക് കണ്ടോണ്ടിരിക്കുന്നവർക്ക് ചിലർക്ക് ചില മനുഷ്യരെ കണക്ട് ആയി. ഇപ്പൊ ഞാൻ റോബിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. റോബിൻ ഭയങ്കര അലർജിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കാർത്തിയുടെ വ്ളോഗിൽ കിടന്ന് അലമ്പിയിട്ടുണ്ട്. അപ്പോ പിന്നെ കാരണം എനിക്ക് റോബിന്റെ ആ പാർട്ട് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ വ്യക്തിപരമായി ഇപ്പൊ റോബിനെ കുറ്റം പറയുന്നതല്ല. ഞാനത് എന്തുകൊണ്ട് അന്ന് അത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാനത് പറഞ്ഞു, ഇഷ്ടക്കേടിനെ തുറന്നു പറഞ്ഞു. ഇത് പറയാതെ വേണമെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇത് എടുക്കാം എനിക്ക്. ഞാൻ പല സ്ഥലത്തും അത് എടുക്കാറുണ്ട്. പക്ഷെ ആ ഒരു സാധനം ഇതേപോലെ ഞാൻ മുമ്പ് ഒരിക്കല് രജത് കുമാർ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, വിന്നർ ഉണ്ടാവാതെ പോയ സീസൺ. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞ വാക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ആരാധിക്കാം, ആരുടെ വേണമെങ്കിലും ഫാൻ ആകാം. പക്ഷെ നമ്മൾ ഈ ഫാൻ ആകുന്ന ആളിന്റെ ആശയങ്ങളെ പിൻപറ്റുമ്പോൾ അത് നമ്മളുടെ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ആശയങ്ങളെ പിന്തുടരാൻ. പക്ഷെ ആസ് എ ഫാൻ നിങ്ങൾക്ക് വ്യക്തികളിലോട്ട് ഇതാവാം. മനസ്സിലായി? നമ്മൾ സെലിബ്രിറ്റീസിനെ ആരാധിക്കുന്ന അങ്ങനെയാണ്. ഇപ്പം സെലിബ്രിറ്റീസിന്റെ പക്ഷേ റിയൽ ലൈഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ താങ്ങാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്നാലും മനുഷ്യര് ആളുകളെ ആരാധിക്കും. അതവരുടെ ചില കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആരുടെ വേണമെങ്കിലും ഫാൻ ആകാം, പക്ഷെ
അവര് പിൻപറ്റുന്നതും പ്രചരിപ്പിക്കുന്നതുമായ ആശയങ്ങളെ ഉം. ഐഡിയാസിനെ വിശ്വസിക്കുന്നതിനകത്ത് നിങ്ങൾ പൊരുത്തക്കേട്. ശ്രദ്ധിച്ചു വേണം, ഓക്കെ. ചിന്തിച്ച് വേണം ചെയ്യാൻ. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ കണ്ടിട്ടുള്ള സാധനം എന്ന് പറയുന്നത് കൊട്ടൂരം ഇതാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് എന്റർടൈൻമെന്റ് ആണ്, എനിക്കും ഫ്രണ്ട്സിനും. ഓക്കെ. അപ്പൊ ഞാൻ ആ സമയത്ത് ഒരു ലൊക്കേഷനിലായിരുന്നു. ഉം. അപ്പൊ നമ്മൾ ക്യാരവനകത്ത് അപ്പം പിന്നെ വീഡിയോ കോള് ഇങ്ങനെ വരും തെറി വിളിക്കാൻ വേണ്ടിയിട്ട്. ഉം. ഗ്രൂപ്പായിട്ടാണ് വിളിക്കുന്നത്. പക്ഷെ ഞാനിത് എടുക്കും, എനിക്കിത് എടുക്കാതിരിക്കാം. ഓക്കെ. പക്ഷെ ഞാനിത് എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും മനുഷ്യരെ കാണാൻ ഒരു രസം. ആ. അപ്പൊ നമ്മളത് ഓൺ ചെയ്ത് വെച്ചിട്ട് ഞങ്ങളുടെ ജോലിയോട് ഷോട്ടിന് വിളിക്കുമ്പോൾ പോവും. പിന്നെ എന്റെ ഫ്രണ്ട്സ് വരും. ഓക്കെ. അതിനകത്ത് പാസിംഗ് ഷോട്ടിൽ കുറെ വളരെ പ്രശസ്തരായ ആർട്ടിസ്റ്റുകൾ വന്നു പോകുന്നുണ്ട്. അപ്പൊ അവിടെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതവിടെ കിടക്കും. ഓക്കെ. എന്നിട്ട് ഇടയ്ക്ക് ഞങ്ങൾ സൈഡിൽ മാറി അത് കൊള്ളാമല്ലേടാ ആ സാധനം, ആ തെറി കിടുന്ന സാധനം അല്ലേ എന്ന് പറഞ്ഞിട്ട് അത് ഓഡിയോ കോളില് വീഡിയോ കോളില് വീഡിയോ കോളില് വീഡിയോ ആക്കി. എന്നിട്ട് ഞങ്ങള് വെളിയിരിക്കും. വെളിയിൽ നിന്നിട്ട് ഞങ്ങള് ഫോണിനകത്ത് വേറെ ഗ്രൂപ്പിൽ ലോഗിൻ ചെയ്തിട്ട് സാധനമല്ലേ പറയാ ഒരു പാസിംഗ് ഷോട്ട് ഇടാ പറയുമ്പോ ഒരുത്തം വെറുതെ ഇങ്ങനെ നടന്നു പോയിട്ട് അവിടെ നിന്ന് ഒരു ഷർട്ട് എടുക്കും, തിരിച്ചു എന്തെങ്കിലും ആക്ടിവിറ്റിക്ക് വേണ്ടിട്ട്. ഇതൊരു രസം. അല്ല ഞാൻ പറഞ്ഞു വന്നത് ഈ ഞാൻ ഓരോ മനുഷ്യരെ പറ്റി ഓരോ പ്രാവശ്യം പറയാറുണ്ട്. ആ പറയുന്നത് അത് എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഓക്കെ. പക്ഷെ അത് എല്ലാവരുടെയും ആകണമെന്നില്ല. ബേബി ഹൗസിലോട്ട് വരണം എന്ന് സാവിച്ചേട്ടന് തോന്നുന്ന ഒരു മേഖല എന്താ? അവരെ കുറെ കൂടി അറിയണം ആളുകളിലേക്ക്. ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവിടണം. ഓക്കെ. പരീക്ഷിക്കാൻ പറ്റിയതാണ്. ബിഗ് ബോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മതപണ്ഡിതന്മാര് പുരോഹിതര് വരണം. പുരോഹിതരെ കൊണ്ടുവിടണം. ആ. കാരണം പുരോഹിതരെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സമൂഹത്തിൽ ജനങ്ങളുമായിട്ട് ഭയങ്കര ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന മനുഷ്യരുണ്ട്. പുരോഹിതരെ കൊണ്ടുവരണം, രാഷ്ട്രീയക്കാരെ കൊണ്ടുവരണം, പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ടുവരണം. ഓക്കെ. പ്രത്യേകിച്ച് ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെയാണ്. പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊണ്ടുവരണം. മനസ്സിലായി? ഇതൊക്കെ നല്ല 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 ഓപ്ഷനാണ്. മികച്ച നല്ല ഓപ്ഷൻസ് ആയിരിക്കും. പക്ഷെ അതിന് പ്രായോഗികമായിട്ട് അതിന് എന്താ കുഴപ്പം ഇല്ല. കാര്യം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കാം. പിന്നെ റിലീജിയസ് പീപ്പിളിന്, പുരോഹിതന്മാർക്ക് അവർക്ക് എന്തും ആകാമല്ലോ. കാര്യം അവർക്ക് അക്കൗണ്ടബിലിറ്റി ദൈവത്തിന്റെ അടുത്തല്ലേ. ദൈവം ഒരിടത്തും പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് പോലും. അവർക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഗവൺമെന്റ് ഓഫീസേഴ്സിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. കാര്യം അവര് ഗവൺമെന്റിന്റെ പിന്നെ ഇതെടുക്കണം, പെർമിഷൻ എടുക്കണം, ചോദിച്ചാൽ കൊടുക്കും. കാര്യം ഇപ്പൊ പോലീസിൽ നിന്ന് ഒരു SI റാങ്കിലുള്ള ഒരു മനുഷ്യനെ വിടണം. കാരണം നമ്മൾ പോലീസുകാരന്മാരൊക്കെ ഭയങ്കര ചട്ടമ്പികളാണ്, മോശക്കാരാണ്, ദുഷ്ടന്മാരാണ് എന്നൊക്കെ കാണിക്കുന്ന സ്ഥലത്ത് അങ്ങനെ അല്ലാത്ത പോലീസുകാരുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് പറയാണ്, നിങ്ങൾ ഒരാൾക്ക് പിന്നെ ശമ്പളമില്ലാത്ത അവധി കൊടുക്കുക. എന്നിട്ട് പിന്നെ വേറെ പ്രതിഫലം പറ്റിക്കൂടാന്നുണ്ട്. അതുകൊണ്ട് പ്രതിഫലം എന്ന് പറയേണ്ട ഓണറേറിയം സ്വീകരിക്കാൻ പറ്റും. ബിഗ് ബോസ് ഓണറേറിയം കൊടുത്ത് ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവരണം. അത് നല്ല രീതിയിൽ ഒരു നിയമ അവബോധം കൊടുക്കാനും പറ്റും. പക്ഷെ ആ മനുഷ്യന്റെ വിധിയായിരിക്കും. അതിലോട്ടാ ഞാൻ വരുന്നത്. കാരണം വെച്ചാല് ഒരു വ്യക്തി വന്നു, ആള് പോലീസ് ഓഫീസർ ആണെങ്കിൽ പോലും അതിനകത്തോട്ട് വരുമ്പോ ആൾ ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ ശരിക്കും അവരുടെ മേഖലയെ കുറിച്ച് പൊതുവായിട്ട് പറയാനാണ് വരുന്നതെങ്കിലും ഇത് ബാധിക്കുന്ന മുഴുവൻ ആ വ്യക്തിയിൽ ഒതുക്കി തീർക്കും. അതിന് ഗവൺമെന്റ് ഉത്തരവാദിയാണ്, അതിന് ഡിപ്പാർട്ട്മെന്റ് അത് എഴുതി വാങ്ങിക്കണം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.